എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 4th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വർക്ക്ഷീറ്റാണ്. വീഡിയോയിലേക്ക് നോക്കാം. ഇന്നത്തെ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് കൂട്ടുകാരെല്ലാം കണ്ടു കാണുമല്ലോ. ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, പ്രാക്ടീസ് ദി ടങ് ട്വിസ്റ്റർ ഉണ്ട്. പിന്നെ ഐയുടെ ഒരു വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് സെൻറ്റൻസുകൾ ഫ്രെയിം ചെയ്യണം. നമ്മൾ ഈ വേർഡ്സായ ലുക്ക്, സീ, സ്റ്റെയർ, വാച്ച്, ഗെയ്സ്, പീപ്പ് എന്നിവയും കൂടാതെ സീക്വൻസ് ദി കോൺവെർസേഷൻ കറക്റ്റ്ലി ആൻഡ് അരുന്ധതിയും അന്നയും കൂടെ നടത്തുന്ന കോൺവെർസേഷനും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ആ ടങ് ട്വിസ്റ്റർ ഒന്ന് നോക്കാം. യു സ്ക്രീം ഐസ്ക്രീം, വി ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീം. ഇത് കൂട്ടുകാർ വേഗം പറഞ്ഞ് പഠിക്കണം. അതായത് യു സ്ക്രീം ഐസ്ക്രീം, വി ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീം, യു സ്ക്രീം ഐസ്ക്രീം, വി ഓൾ സ്ക്രീം ഫോർ ഐസ്ക്രീം. ഇങ്ങനെ വേഗം പറഞ്ഞ് പഠിക്കുക. നമ്മൾ പഠിക്കുന്ന പേപ്പർ ബോട്ട് എന്ന പാഠത്തിൻ്റെ അടുത്ത പാസേജാണ് എ സൊല്യൂഷൻ. ആൻഡ് അരുന്ധതിയുടെ അടുത്തേക്ക് അന്ന ചെന്നു. എ സൊല്യൂഷൻ, ഒരു പോം വഴി അല്ലെങ്കിൽ ഒരു പരിഹാരം. അനാസ് ആൻഡ് അരുന്ധതി വാസ് സിറ്റിംഗ് ഇൻ ദി ആം ചെയർ. അന്നയുടെ ആൻറ്റിയായ അരുന്ധതി ഒരു ചാരുകസേരയിൽ ഇരിക്കുകയാണ്. അന്നാസ് ഫേസ് വാസ് റെഡ് വിത്ത് ആങ്കർ. ഷീ പൗട്ട് ഹെർ ലിപ്സ് ആൻഡ് സെഡ്. അന്നയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നിരുന്നു. അവൾ അവളുടെ മുഖത്തെ ആ ദേഷ്യം കൊണ്ട് അവൾ ഉറക്കെ പറഞ്ഞു. ദാറ്റ് നോട്ടി ബോയ് ഹി ഓവർ ടേൺ മൈ ബോട്ട്, ഷീ സെഡ്. ആ കുരുത്തം കെട്ട ചെറുക്കൻ എൻ്റെ പേപ്പർ ബോട്ടിനെ തള്ളി മറിച്ചിട്ടു. ഡോണ്ട് വറി, ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു ആൻഡ് അരുന്ധതി ട്രൈ ടു കൺസോൾ ഹെർ. വിഷമിക്കണ്ട നീ, ഞാൻ നിനക്ക് വേറൊന്നും ഉണ്ടാക്കി തരാമെന്ന് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അരുന്ധതി ആൻറ്റി പറഞ്ഞു. വാട്ട് ഇഫ് ഹീ ടേക്സ് ദാറ്റ് വൺ ടു? അവൻ ഇപ്പോൾ ഉണ്ടാക്കിത്തരുന്നൂടെ എടുത്താലോ? ഓക്കെ ദെൻ ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഫോർ യു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് കുറേ അധികം ഉണ്ടാക്കി തരാമെന്ന് ആൻഡ് അരുന്ധതി അന്നയോട് പറഞ്ഞു. വാട്ട് ഇഫ് ഹീ ടേക്സ് ഓൾ ഓഫ് ദം? ആൻറ്റി ഉണ്ടാക്കിത്തരുന്ന മുഴുവനും അവൻ എടുത്താൽ ഞാനെന്ന് എന്തു ചെയ്യും? നോ, ഹീ വോണ്ട്, ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. ഇല്ല, അവനതെടുക്കില്ല. ഞാനൊരു പണി ചെയ്യാം, നിനക്ക് വേണ്ടിയും അവന് വേണ്ടിയും കുറച്ചധികം പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി തരാം. ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം? പക്ഷേ അരുന്ധതി ആൻറ്റി, അവന് വേണ്ടി എന്തിനാണ് ആൻറ്റി ബോട്ട് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. ഹീ സീംസ് ടു ബി എ പുവർ ചൈൽഡ്. കണ്ടിട്ടും നീ പറയുന്നത് കേട്ടിട്ടും അവനൊരു പാവം ചെറുക്കനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ വൈ ക്യാൻറ്റ് ഹീ മേക്ക് ദം ഹിംസെൽഫ്? ഹീ ഈസ് സോ ബിഗ്. അങ്ങനെയാണെങ്കിൽ അവന് സ്വന്തമായിട്ട് ഇതുണ്ടാക്കിയാൽ പോരെ, അവനൊരു വലിയ ചെറുക്കനല്ലേ എന്ന് അന്ന പറഞ്ഞു. മേ ബി നോ വൺ ഹാസ് ടോട്ട് ഹിം ഹൗ ടു മേക്ക് ബോട്ട്സ്. അപ്പോൾ അരുന്ധതി പറഞ്ഞു, ചിലപ്പോൾ അവനെ ആരും ഈ പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ പഠിപ്പിച്ചുണ്ടാകില്ല. വൈ ഡസിൻ ഹീ ഗോ സ്കൂൾ? എന്തുകൊണ്ട് അവൻ സ്കൂളിലൊന്നും പോകാറില്ലേ? ഹീ ഈസ് സോ റൂഡ്. അവൻ ഒരു പരുക്കൻ സ്വഭാവക്കാരനാണ്. ആൻഡ് അരുന്ധതി ജസ്റ്റ് സ്മൈൽഡ്. അന്ന പറയുന്നതെല്ലാം കേട്ട് അരുന്ധതി ആൻറ്റി ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഇത്രയുമാണ് പാസേജ്. കൂട്ടുകാർ വായിച്ചു നോക്കുക. ഇനി നമുക്കൊരു വർക്ക്ഷീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ച ഈ പാസേജിനകത്ത് അന്നയും ആൻഡ് അരുന്ധതിയും തമ്മിൽ കുറച്ച് കോൺവെർസേഷൻ നടത്തി. ആ കോൺവെർസേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് ഓർഡറിലല്ല എഴുതിയിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചുമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ചെയ്യാനുള്ളത് ഇവർ തമ്മിലുള്ള സംഭാഷണം പോലെ ഇത് അറേഞ്ച് ചെയ്യണം. ആദ്യം അന്ന പറയുന്നു, അത് കഴിഞ്ഞ് ആൻറ്റി പറയുന്നു, പിന്നെ അന്ന, പിന്നെ ആൻഡ് അരുന്ധതി. അങ്ങനെ വേണം നമുക്കിത് അറേഞ്ച് ചെയ്യാൻ. നമുക്കപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്യുക. ആദ്യം അന്ന, ദാറ്റ് നോട്ടി ബോയ് ഹീ ഓവർ ടേൺഡ് മൈ ബോട്ട്സ്. അപ്പം ആൻഡ്, ഡോണ്ട് വറി, ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു. അത് കഴിഞ്ഞ് അന്ന, വാട്ട് ഇഫ് ഹീ ടേക്സ് ദാറ്റ് വൺ ടു? അപ്പോൾ ആൻഡ്, ഓക്കെ ദെൻ ഐ വിൽ മേക്ക് ഫ്യൂ മോർ ഫോർ യു. അപ്പം അന്ന, വാട്ട് ഇഫ് ഹീ ടേക്സ് ഓൾ ഓഫ് ദം? അപ്പോൾ ആൻഡ്, നോ ഹീ വോണ്ട്, ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. അപ്പോൾ അന്ന, ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം? അപ്പോൾ ആൻഡ്, ഹീ സീംസ് ടു ബി എ പുവർ ചൈൽഡ്. ദെൻ അന്ന, ദെൻ why can't he make themselves? He is so big. And maybe no one has taught him how to make boats. ഇത്രയുമാണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ. കൂട്ടുകാർ തെറ്റാതെ ഇത് ക്രമമായി ഇതുപോലെ എഴുതി ചേർക്കുക. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോജക്റ്റ് വർക്കാണ്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. എ ബോയ് ഈസ് വാച്ചിങ് ദ ടി വി. ഒരു കുട്ടി ടി വി കാണുകയാണ്. അടുത്തത് എന്തുവാണ്? എ ബോയ് ഈസ് പീപ്പിംഗ് ത്രൂ ദി വിൻഡോ. ഒരു ചെറുക്കൻ ആ ജനാലയിൽ കൂടെ വെളിയിലേക്ക് നോക്കുന്നു. അടുത്തെന്താണ്? എ ഗേൾ ഈസ് സ്റ്റെയറിങ് അറ്റ് ദി ബോയ്. ഒരു പെൺകുട്ടി ചെറുക്കനെ തുറിച്ചു നോക്കുന്നു. നാലാമത്തെ എന്താണ്?
എ ഗേൾ ഈസ് ഗെയ്സിങ് അറ്റ് ദി താജ്മഹൽ. ഒരു കുട്ടി താജ്മഹൽ കണ്ട് അമ്പരന്ന് നിൽക്കുന്ന കാണാം. മെനി വേർഡ്സ് ആർ യൂസ് ടു ഡിനോട്ട് ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് ലുക്കിംഗ് അറ്റ് ദി തിങ്സ് ഫോർ എ പേഴ്സൺ. ഇവിടെ പലതരത്തിൽ നോക്കുന്നതിനെ പറ്റിയുള്ള സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. താഴെ ഒരു കണ്ണിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ഈ കണ്ണുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ വായിച്ച സെൻറ്റൻസുകളും മുകളിലത്തെ ബോക്സിലുള്ള കാര്യങ്ങൾ ചേർത്ത് എന്തൊക്കെ എഴുതാൻ സാധിക്കും? ഐ, വ്യൂ, ലുക്ക്, വാച്ച്, സ്കാൻ, ഇൻസ്പെക്റ്റ്, ഒബ്സർവ്, സീ എന്നിങ്ങനെയുള്ള ധാരാളം വേർഡ്സ് നമുക്ക് ഐയുമായി ബന്ധപ്പെട്ട് എഴുതാവുന്നതാണ്. കൂട്ടുകാർ ഇതുപോലെ എഴുതി ടെക്സ്റ്റ് ബുക്കിലെ പ്രോജക്റ്റ് വർക്കിലെ ഈ ഭാഗം പൂർത്തിയാക്കുക. ഈ പ്രോജക്റ്റ് വർക്കിൻ്റെ താഴെ നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി ഉണ്ട്. ഫ്രെയിം സെൻറ്റൻസ് യൂസിങ് വേർഡ്സ് ഗിവൺ. ഇവിടെ നൽകിയിരിക്കുന്ന ഈ വേർഡ്സ് ലുക്ക്, സീ, സ്റ്റെയർ, വാച്ച്, ഗെയ്സ്, പീപ്പ് ഇത് ചേർത്ത് നമുക്ക് സെൻറ്റൻസുകൾ നിർമ്മിക്കാം. ഒന്നാമത്തെ ലുക്ക് ചേർത്താണ്. എവരി വൺ ലുക്ക്ഡ് അറ്റ് ദി സ്കൈ. 2 സീ ചേർത്ത് വരുന്ന ഏതാണ്? ഐ കുഡ് സീ സം സ്റ്റാർസ് ഇൻ ദി സ്കൈ. മൂന്നാമത്തെ എന്താണ്? സ്റ്റെയർ ചേർത്ത്. റോണി സ്റ്റെയർഡ് അറ്റ് ആര്യ. 4 വാച്ച് ചേർത്താണ്. സം പീപ്പിൾ വെയർ വാച്ചിങ് അസ്. 5ാമത്തെ ഗെയ്സ് ചേർത്തുള്ള സെൻറ്റൻസ് ഏതാണ്? അഞ്ജു ഗെയ്സ്ഡ് അറ്റ് ദി ഡ്രോയിങ്. 6ാമത്തെ പീപ്പാണ്. എ ബോയ് ഈസ് പീപ്പിംഗ് ത്രൂ ഹിസ് വിൻഡോ. ഇത്രയുമാണ് സെൻറ്റൻസുകൾ ആ വേർഡ്സ് യൂസ് ചെയ്താണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂട്ടുകാർ ഇതുപോലെ തെറ്റാതെ ഈ സെൻറ്റൻസുകൾ നിർമ്മിച്ച് ആക്ടിവിറ്റി പൂർത്തിയാക്കുക. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.